ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ദുബായ് മോളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മുടെ കൂടെ കോമ്രേഡ് ഉണ്ട്. കോമ്രേഡ് ഇവിടെ തകർപ്പൻ ഡ്രൈവിംഗ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇവിടെ ഏകദേശം 4:30 ആവുന്നു. നല്ല തിരക്കുണ്ട് റോഡിൽ. നമ്മളെപ്പോൾ അങ്ങ് എത്തുന്നറിയില്ല. എന്തായാലും അങ്ങോട്ടുള്ള യാത്രയാണ്. അവിടുന്ന് ഇങ്ങോട്ട് വരാൻ കിടക്കുന്ന വണ്ടികളാണ് കഴിച്ചത്. എന്തോരം ബ്ലോക്ക് കാണുന്നുണ്ടോ? നമ്മുടെ മാളിലേക്കുള്ള എൻട്രൻസ് ആണ് ഇത്. മാളിൻ്റെ ഒരു ഇൻറ്റീരിയർ ആണ് ഗൈസ്. അകത്ത് കയറി കഴിയുമ്പോൾ ഒരു വ്യൂ ആണ് സംഭവം. ഇതൊരു ഭയങ്കര മോളാണ് കേട്ടോ. ഇതൊരു വലിയ മോളാണ് ഗൈസ്. നമ്മുടെ തിരുവനന്തപുരത്തെ ലുലു മാളാണ് ഞാൻ പോയിട്ടുള്ള ഏറ്റവും വലിയ മോള്. അതിനേക്ക് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വേറെ ലെവൽ. ഇവിടെ ഒരു നമ്മുടെ ഡിനോസറിൻ്റെ ഫോസില് ഇത് ഡിനോസറിൻ്റെ സ്കെലിറ്റൻ ഉണ്ടെന്ന് ഇങ്ങനെ കേട്ട് കഴിച്ചു. അത് എവിടാണെന്ന് കണ്ടെത്തണം. അതാണ് എൻ്റെ പ്രധാന ടാസ്ക് ഇവിടെ വരുന്നതിലുള്ള. ഇതാ മേലോട്ട് നോക്ക് ഇട്ടേക്കുന്നേ. എൻ്റെ മോനെ ജാതി. അപ്പോൾ ഇതാണ് ഡിനോസറിൻ്റെ സ്കെലിറ്റൻ. ഞാൻ വിചാരിച്ചെന്തോ വലിയ സംഭവമാണെന്ന്. പക്ഷേ ഇത് ഇച്ചിരിയേ ഉള്ളു കേട്ടോ. എന്നാലും ഉണ്ട്, ഒറിജിനൽ സംഭവമാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ താഴത്തായിട്ട് എന്തൊക്കെയോ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. പോയി നോക്കാം എന്താണെന്ന്. 1 2 3 4 5 ഒരു 5 കാറിൻ്റെ നീളം അത്രേ ഉള്ളൂ. ഇവിടെ വേറെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഡിപ്ലോഡോക്കസ് ലോങ്കസ് 155 മില്യൺ ഇയേഴ്സ്. 2008 കണ്ടെത്തിയത്. വ്യോമിങ് യു എസ് എന്ന് കണ്ടെത്തി നേരെ ദുബായിലേതായി മാളിൽ കൊണ്ടുവച്ചു ആൾക്കാർക്ക് കാണാനായിട്ട്. അതേ സാധനം എന്താ ഇവിടെ അറബിലും എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ദുബായ് മോളിലെ അക്വേറിയത്തിനടുത്താണ്. ഇതിനകത്ത് കുറേ ഷാർക്ക് മാതിരി ഏതാണ്ട് കുറേ സാധനങ്ങൾ കിടക്കുന്നതാണ്. ഗൈസ്, ദുബായ് മോളിലെ ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടം, ദുബായ് ഫൗണ്ടെയിൻ അങ്ങനെ എന്തോ അതിന് പറയുന്നത്. ഇതിന് പറഞ്ഞ പേരെന്തോ? ഫൗണ്ടെയിനോ? അത്രേ ഉള്ളൂ. ഓക്കെ സംഭവം അടിപൊളിയാണ് ഗൈസ് ഇവിടെ കാണാൻ. ഈ മോളിനകത്ത് വന്നിട്ട് ഏറ്റവും തണുപ്പുള്ള ഏറിയ ഇതാണ് കേട്ടോ. ഇവിടെ നിൽക്കാൻ നല്ല സുഖമാണ്, നല്ല തണുപ്പാണ് ഇവിടെ. ഇതുകൊണ്ട് എന്താണ്, ഇതിന് വല്ല അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇങ്ങനെ ഈ കുറേ അമ്മ ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നത് കാണിക്കുന്നത്. മീൻസ് ഇതിന് എന്തെങ്കിലും ഒരു മീനിങ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നെറ്റിൽ വല്ലതും നോക്കണം. ഇതിനെപ്പറ്റി വല്ല ധാരണയുള്ളവരുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സ് അറിയിക്കാൻ മറക്കരുത്. കമൻസിൽ അറിയിക്കുക ഗൈസ്. ഇതിനെന്തെങ്കിലും ഈ കാണുന്ന ഒരു സംഭവത്തിന് എന്തെങ്കിലും ഒരു മീനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ. അതിനുശേഷം നമ്മൾ നേരെ പോയത് ദുബായ് മോളിന് പുറത്തേക്കാണ് ഗൈസ്. പുറത്തേക്കെന്ന് പറയാൻ പറ്റത്തില്ല, ദുബായ് മോളിനകത്തൂടെ തന്നെ നടന്ന് നമ്മളെത്തുന്ന ഒരു പോർഷനുണ്ട്. ആ ഒരു ഏരിയയിലാണ്. അതാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് രാത്രി ഏകദേശം 7 മണി 7:30 ആകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു വാട്ടർ ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ലാതെ നമുക്ക് ബുർജ് ഖലീഫയുടെ നല്ലൊരു വ്യൂവും കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വാട്ടർ ഷോ കാണണമെങ്കിൽ നമ്മൾ നേരത്തെ വന്ന് മുന്നോട്ട് കയറിയ നമ്മുടെ ഒരു സ്ഥലം പിടിച്ച് നിൽക്കണം ഗൈസ്. ഇല്ലെങ്കിൽ പിന്നീട് ഇവിടെ മൊത്തം ആളും തിരക്കുമായിരിക്കും. അതുകൊണ്ടാണ് ഈ ആൾക്കാർ ഇത്രയും ഈ ബ്രിഡ്ജിലൊക്കെ കയറി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോഗ്രാം കാണാനായിട്ട് നമ്മൾ നേരത്തെ പോയി ഫ്രണ്ടിൽ സ്ഥലം പിടിച്ച് നിൽപ്പുണ്ട്. ഇതെല്ലാം ബാക്ക്ഗ്രൗണ്ട് അല്ലേ ഗൈസ്? അങ്ങനെ നിന്ന് കാല് കഴിച്ചൊരു പരുവായി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് ചെറിയ ബോട്ടുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകം പേ ചെയ്യണം. അങ്ങനെ പേ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ആ ഒരു വാട്ടർ ഡാൻസ് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് നിന്ന് കാണാൻ പറ്റും. സംഗതി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇത്രയും നേരം കാത്തിരുന്നത് വെറുതെ ആയില്ല. ഇത് മേളിലോട്ട് ലൈറ്റൊക്കെ പോകുന്നുണ്ട്.
സാധനം തുടങ്ങാൻ എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നറിയോ ഇവിടെ. മണിക്കൂർ കുറേയായി. സൈഡിൽ ഈ ബോർഡിലിരുന്നേ കൊള്ളായിരുന്നു. എങ്ങനെയാണ് ഒരു ബിൽഡിങ്ങിൽ ഇത്രയും ഡിസ്പ്ലേ കൊടുത്തു വെക്കുന്നത്? ഓക്കെ. വാ
പൊളി സാധനം. ബുർജ് ഖലീഫയിലേക്ക് കയറുന്ന ലിഫ്റ്റാണ് കേട്ടോ. ലിഫ്റ്റിൻ്റെ ഡോറാണ് ഈ കാണുന്നത്. ഇപ്പോൾ മുന്നോട്ട് പോയേക്കുന്ന ആൾക്കാർ പോയേക്കുന്ന ആ ഫ്ലോറാണ് തോന്നി കാണിക്കുന്നത്. 60, 61, 62 കാണിക്കുന്നത് ആ ഫ്ലോർ നമ്പറാണ് തോന്നി കാണിക്കുന്നത്. ഫ്ലോർ നമ്പർ, എത്ര മീറ്റർ, അതിൻ്റെ എത്ര സമയം. ഗൈസ്, അപ്പോൾ നമ്മൾ ബുർജ് ഖലീഫയുടെ അകത്തേക്ക് കയറാൻ പോവാണ്. ദുബായ് മോളിന് അകത്തൂടെ തന്നെയാണ് ഇതിൻ്റെ എൻട്രൻസ്. കുറേ നേരത്തെ ക്യൂവും കാര്യങ്ങളും ഒക്കെ നിന്നിട്ട് ലിഫ്റ്റിന് വാതുക്കലായിട്ട് വന്ന് നിൽക്കുകയാണ്. നമ്മുടെ ലിഫ്റ്റിൽ ഇപ്പോൾ എഴുതി കാണിക്കുന്നത് 124ാമത്തെ ഫ്ലോറിലാണ് ലിഫ്റ്റ് ഇപ്പോൾ ഉള്ളത്. അവിടെ നിന്ന് ഇനി താഴെ വരണം. ഓക്കെ, നമ്മളതാവാറായി. 16, 12, 7, 6, 5, 4, 3, 2, 1 തുറന്നാൽ നമ്മൾ കയറുക കേട്ടോ. ഇനി തുറക്കുന്നില്ല. ഓക്കെ, തുറന്നതിനെ നാളെ ഇറങ്ങുന്നു. ഇനി നമ്മൾ കയറുന്നു. ഗൈസ്, അപ്പോൾ നമ്മൾ ബുർജ് ഖലീഫയിലെ 124ാമത്തെ ഫ്ലോറിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലോറിലേക്ക് പോകാനുള്ള ലിഫ്റ്റിനകമാണ് നിങ്ങൾ ഈ കാണുന്നത്. 360 ഡിഗ്രിയിലും ഡിസ്പ്ലേ വെച്ച് സെറ്റ് ചെയ്തേക്കാണ് കേട്ടോ. ശരിക്കും നമ്മൾ ഈ ഒരു ലിഫ്റ്റ് കയറി മുകളിലോട്ട് പോവുകയാണെന്ന് തോന്നത്തേ ഇല്ല. ആകെ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് നല്ല സ്പീഡിന് മുകളിലേക്ക് പോകുന്ന കാരണം നമ്മുടെ ചെവി അടയ്ക്കും. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടോപ്പ് കേട്ടോ, ആകാശം. ചെവി അടയ്ക്കുന്ന കേട്ടോ. ചെവി അടഞ്ഞ് ചെവി ഫുൾ അടഞ്ഞ്. സ്പീഡ് കണ്ടോ? 82. നൈസ്. ഓൾമോസ്റ്റ് എത്താറായി ഗൈസ്. 122, 23, 24. ഗൈസ്, അപ്പോൾ ദുബായിൽ വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ് സാക്ഷാത്കരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഈ കാണുന്നത് നമ്മളിപ്പോൾ ദുബായ് നമ്മുടെ ബുർജ് ഖലീഫയുടെ ടോപ്പിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ. ഏകദേശം ആകാശം മുട്ട ഞാൻ എത്തി പറത്തില്ലേ, ഏറെക്കുറെ അത്രത്തോളം ആയിട്ടുണ്ട് ഇപ്പോൾ. അത് കൂടുതൽ രാവിലെയൊക്കെ ആയിരിക്കും. ഗൈസ്, ബുർജ് ഖലീഫയുടെ മോളിൽ കയറി ഇവിടെ സ്ഥലം പിടിച്ച് ഞാൻ ഇരിക്കും. ഇനി ഒരുത്തിനും കൊടുക്കത്തില്ല. ഈ ഒരു ഏരിയ ഞാൻ പിടിച്ചു. ഇനി ഇവിടെ താഴെ വാട്ടർ ഡാൻസ് വരുമ്പോഴത്തേക്ക് നമുക്കത് കാണാം. മോളിൽ നിന്ന് കണ്ടിട്ട് വേണേൽ പോകാം, എന്നിട്ട് പോവാം. ഇവിടുന്ന് നേരെ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ട് ഇനിയുണ്ട് ഇത്രയും കൂടെ. കണ്ട എൻ്റെ നേരെ മുകളിൽ ക്യാമറയൊന്നും എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബിൽഡിങ്ങിൽ ഫുള്ള് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ വന്നു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി, നമ്മൾ ഇവിടുന്ന് കാണുമ്പോൾ മനസ്സിലാവാത്തതാണ്, താഴ്ന്ന് കാണുമ്പോൾ ആദ്യം ബിൽഡിങ്ങിൽ മറ്റേ ഡിസ്പ്ലേ വരുമല്ലോ, ആ സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ള കാര്യം. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വാട്ടർ ഡാൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായി. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് താഴെ നിന്ന് കണ്ട സംഭവത്തിനെ ഇപ്പോൾ മുകളിൽ നിന്ന് കാണുന്നു എന്നുള്ളതാണ് ഒരു വ്യത്യാസം. ഈ ആംഗിളിൽ നിന്നും കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ ഈ ഒരു വാട്ടർ ഡാൻസ്. അങ്ങനെ നമ്മുടെ ബുർജ്